ആറളഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളുടെ ദുരിതമകറ്റാൻ ജില്ലാ പഞ്ചായത്ത് ഒരു പ്രത്യേക ഉത്തരവിലൂടെ 2019 ആരംഭിച്ച ഹയർ സെക്കൻഡറി +1, +2 ബാച്ചുകൾക്ക് ക്ലാസ് മുറികളുടെ അഭാവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ക്ലാസ് മുറികൾ സജ്ജീകരിച്ചാണ് ക്ലാസുകൾ ആരംഭിച്ചത്. 2019 തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി കെട്ടിടം പ്രവൃത്തി ആരംഭിച്ചിരുന്നു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടം 2022 പൂർത്തിയായെങ്കിലും ക്ലാസുകൾ ഈ കെട്ടിടത്തിലേക്ക് മാറ്റാൻ സാധിച്ചിരുന്നില്ല. ഇതിനിടയിൽ നിരന്തരമായി PTA ഭാരവാഹികളും അധ്യാപകരും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും അധികൃതരുമായി ചർച്ച നടത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹയർ സെക്കൻഡറി ബ്ലോക്കിലേക്ക് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം മാറ്റുന്നതിന് തീരുമാനിക്കുകയുമായിരുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പ്രത്യേക താൽപര്യമെടുത്താണ് പുതിയ ഹയർ സെക്കൻഡറി ബ്ലോക്കിൽ ഡിജിറ്റൽ സംവിധാനം ഉൾപ്പെടെ ഒരുക്കി പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. ഒക്ടോബർ മാസം 17-ാം തീയതി പുതിയ കെട്ടിടം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി തുറന്നു നൽകുന്നതോടെ 2019 മുതൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ അനുഭവിച്ച ദുരിതത്തിന് പരിസമാപ്തിയാവുകയാണ്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച ഹയർ സെക്കൻഡറിയുടെ പുതിയ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം നാളെ വെള്ളിയാഴ്ച നടക്കുകയാണ്. ഇതുവരെ നമ്മൾ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും പ്രവർത്തിച്ച് വരികയായിരുന്നു. ഹയർ സെക്കൻഡറി അങ്ങോട്ട് മാറുന്നതിൽ ചെറിയൊരു സങ്കടമുണ്ട്. അതായത് സ്റ്റാഫ് രണ്ട് ഭാഗത്തായി പോകുന്നുള്ളത് കൊണ്ട് തന്നെ. എന്നാലും കൂടുതൽ സൗകര്യം ഹയർ സെക്കൻഡറി കുട്ടികൾക്കും അധ്യാപകർക്കും ലഭിക്കും എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതുവരെ ഒരു മതിലിനുള്ളിൽ നമ്മൾ പ്രവർത്തിച്ചു. ഇനി മതിലിൻ്റെ ഇരുവശത്തുമാണെങ്കിലും നമ്മൾ ഒരുമയോടെ പ്രവർത്തിക്കുമെന്ന് സന്തോഷത്തോടെ അറിയിക്കുന്നു. ആറളഫാം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രവർത്തനോദ്ഘാടനവും ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച ചുറ്റുമതിലിൻ്റെ സമർപ്പണവും വെള്ളിയാഴ്ച, അതായത് ഒക്ടോബർ 17-ാം തീയതി 2 മണിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി നിർവഹിക്കുകയാണ്. പ്രസ്തുത ചടങ്ങിലെ അധ്യക്ഷനായിട്ട് ആറളഫാം ജില്ലാ പഞ്ചായത്ത് മെമ്പറും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് വിനു കുര്യൻ ആയിരിക്കും. എവരെയും ഈ നാട്ടിലെ എല്ലാവരെയും പ്രസ്തുത ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ആറളഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളുടെ ദുരിതം അകലുകയാണ്. നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ട് വർഷങ്ങളായെങ്കിലും അതിനകത്ത് പ്രവർത്തനം തുടങ്ങിയിരുന്നില്ല. വിദ്യാർത്ഥികളുടെ ദുരിതമകറ്റാൻ ഇപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. പുതിയ ഹയർ സെക്കൻഡറി ബ്ലോക്കിലേക്ക് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം മാറുന്നത് നാളെയാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻകൈയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കെട്ടിടം പ്രവർത്തനത്തിനായി തുറന്നു കൊടുക്കുന്നതോടെ ആറളഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ദുരിതം അകലുന്നു എന്നത് സന്തോഷകരമാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ കെട്ടിടത്തിൽ ക്ലാസ് മുറികൾ ഒരുക്കിയാണ് 2019 ഇവിടെ ഹയർ സെക്കൻഡറി വിഭാഗം +1 അഡ്മിഷൻ ആരംഭിച്ച് പ്രവർത്തനം തുടങ്ങിയത്. അന്ന് തന്നെ കെട്ടിടം പണി പൂർത്തീകരിച്ചിരുന്നെങ്കിലും പല കാരണങ്ങളാൽ കെട്ടിടം അത് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ ഭാരവാഹികൾ, പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ മുൻകൈയെടുത്തുകൊണ്ട് ഈ കെട്ടിടം നാളെ തുറന്നു കൊടുക്കുകയാണ്. കുട്ടികളുടെ സന്തോഷം ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിൽ അലതല്ലുകയാണ്. കാരണം സൗകര്യങ്ങളോടുകൂടിയുള്ള ക്ലാസ് മുറിയിൽ ഇരുന്നു കൊണ്ട് ഡിജിറ്റൽ സംവിധാനത്തോടുകൂടി പഠനം പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്നുള്ള സന്തോഷത്തിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ. അവരോടൊപ്പം നമുക്കും ചേരാം. ആറളഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്.